എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വെച്ചായിരുന്നു ഗ്രാനൈറ്റിൽ വരുന്ന സ്റ്റീൽ ബീഡിങ്ങിന്റെ വീഡിയോ നിങ്ങളെ കാണിച്ചത്. ഇന്നിപ്പോ നമ്മുടെ വർക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്കായി. പിന്നെ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ കോൺക്രീറ്റ് സ്ലാബ്, ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് കാണാതിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാമെന്നുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ആ കോൺക്രീറ്റിന്റെ സ്ലാബ് ഇവിടെ ഇല്ല. കണ്ടോ. പിന്നെ നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും, ഈ ക്യാബിനറ്റ്സ് എല്ലാം നോക്കി ഒരു PVC ലെഗിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഇതാ ഇന്നിപ്പോ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ഈ താഴത്തെ ഈ PVC ലെഗാണ്. അതെന്താന്ന് വെച്ചാ, ഈ മോഡുലാർ കിച്ചൺ ചെയ്യുന്നവരെല്ലാരും ഈ ഡോറിന്റെ ബാലൻസ് പീസുകളാണ്. ഇപ്പൊ ഈ കിച്ചൺ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മൾ മറൈൻ പ്ലേയിലാണ്. അപ്പോൾ മറൈൻ പ്ലേ ഫുള്ളി ലാമിനേറ്റ് ചെയ്ത് ഫുൾ ഫാക്ടറി മെയ്ഡ് ആണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സംഭവം ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മറൈൻ പ്ലേയുടെ ബാലൻസ്, അതായത് ഡോറിന്റെ ബാലൻസ് പീസാണ് താഴത്ത് സ്കേർട്ടിങ്ങിന് പകരം ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന സ്പേസിനാണ് സ്കേർട്ടിങ് സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ഡോറിന്റെ ബാലൻസ് പീസ് തന്നെ താഴെ വെച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഈ മോഡുലാർ കിച്ചൺ ചെയ്യുന്ന ഒരാൾക്കാര് അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ എത്ര ക്വാളിറ്റി മറൈൻ പ്ലേ ആണെന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ഒരു 2-3 വർഷമൊക്കെ വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് മറൈൻ പ്ലേ ആണെങ്കിലും ലാമിനേറ്റഡ് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോ അതുകൊണ്ടിട്ടാണ് ഈ പറയുന്നത്, താഴെ, അതായത് നമ്മുടെ ഫ്ലോർ കഴുകുന്ന ഏരിയയിൽ നമ്മുടെ സ്കേട്ടിങ് അതുപോലുള്ള സാധനങ്ങൾ മറൈൻ പ്ലേ വെച്ചു കൊടുക്കരുത്. അപ്പോ അവരെന്താന്ന് വെച്ചാൽ ഈ ഒരു പീസ് ലെഗ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരതുപോലുള്ള, പിന്നെ ചിലവർക്ക് ഇതിനെ ലെഗിനെ കുറിച്ച് അറിയാനും പാടില്ലായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ലെഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്യാബിനറ്റ്സ്, അതായത് മറൈൻ പ്ലേയുടെ ക്യാബിനറ്റ്സ് ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട്സ് വരുന്നില്ല. 2, ഇപ്പോ ചെതല്, പാറ്റ, ഉറുമ്പ് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ ക്യാബിനറ്റ്സിലേക്ക് കയറാതിരിക്കാനും, അതായത് ചെതല് പിടിച്ചു കഴിഞ്ഞാൽ ഫ്ലോറിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മുടെ ക്യാബിനറ്റ്സിലേക്ക് വരാതിരിക്കാനും ഈ PVC ലെഗ് ഉപയോഗിക്കാം. പിന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു 7-8 വർഷം കഴിഞ്ഞിട്ട് ഈ ക്യാബിനറ്റ്സിന്റെ അടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടി ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലെഗ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു PVCയുടെ സ്കേർട്ടിങ് വെച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. അപ്പോ ആ സ്കേർട്ടിങ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ക്യാബിനറ്റ്സിന്റെ അടി ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഈ സ്കേർട്ടിങ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ എല്ലാവരും മോഡുലാർ കിച്ചൺ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കോൺക്രീറ്റിന്റെ സ്ലാബ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് മോഡുലാർ കിച്ചൺ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് സ്ലാബ് എന്നുള്ളത് ഇല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറാണ്. പക്ഷെ മോഡുലാർ കിച്ചൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് സ്ലാബ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടല്ല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ക്യാബിനറ്റും സെപ്പറേറ്റ് ഓരോരോ മോഡ്യൂൾസ് ആണ്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ജോയിന്റ് തൊട്ട് ഈ ജോയിന്റ് വരെ സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ് ആണ്. ഇതും സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ് ആണ്. ദെൻ ഇവിടെ വരുന്നൊരു ഓയിൽ പുള്ളൗട്ട് ഉണ്ട്. ആ ഓയിൽ പുള്ളൗട്ട് ആണെങ്കിലും ഇത് ഉറപ്പിച്ചിട്ടില്ല, സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ് ആണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ സ്റ്റൗ ഇവിടെയാണ് വരുന്നത്, ഈ കിച്ചന്റെ. ആ സ്റ്റൗവിന്റെ താഴെ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ഉണ്ട്, അല്ല സിങ്കിന്റെ ഏരിയയിൽ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂ എന്തെങ്കിലും സംഭവിച്ചോ, പുറകില് വയറ് വിട്ടുപോകുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂളായിട്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റും ഈ ലെഗ്സ് ഉപയോഗിച്ചാൽ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ക്യാബിനറ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന കണക്ഷൻ ബിറ്റ് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഗ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ പൊതുവെ ഞാൻ ചിലയിടത്തൊക്കെ ചെയ്തേക്കുന്ന കണ്ടേക്കുന്നത്, ഈ കോർണർ തൊട്ട് ഈ കോർണർ വരെ ഒറ്റ ബോക്സ് ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രോബ്ലം, ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ഫുള്ള് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഗ്രാനൈറ്റ് താഴത്തേക്ക് വീഴും. അപ്പോ ആദ്യം ഈ ടൈല് പൊളിക്കേണ്ടി വരും,
അതിനുശേഷം ഈ ഗ്രാനൈറ്റ് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റ ബോക്സ് ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് മോഡുലാർ കിച്ചൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ താഴത്ത് ഇപ്പോ MDF, HDF, മറൈൻ പ്ലേ ഈ 3 മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്ലിന്ത് ലെഗ് എന്ന് പറയും, PVC ലെഗ് ആണ്. ഒരു പീസിന് അറൌണ്ട് 30 രൂപയാണ് വരുന്നത്. ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിന്റെ അടിയിൽ മെൻഷൻ ചെയ്ത് തരാം. പിന്നെ ഈ ലെഗ്സ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിവത് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ എല്ലാവരും പറയുവാണ് ഇതിന്റെ ബോട്ടം സൈഡ് ഇതിന്റെ തന്നെ ബാലൻസ് പീസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. അതിന്റെ പിന്നുള്ള ഇതെന്ന് വെച്ചാൽ ഉപയോഗിക്കരുത്. അപ്പൊ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു കാലത്ത് ഇതിന്റെ ബോട്ടം സൈഡിലേക്ക് എലിയോ പാറ്റയോ എന്തെങ്കിലും സാധനം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ PVC ലെഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ PVC സ്കേറ്റിംഗ് വരുന്നുണ്ട്. ആ സ്കേറ്റിംഗ് നമുക്ക് മാറ്റുവാണെങ്കിൽ ഇതിന്റെ അടി ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. HDF, MDF, മറൈൻ പ്ലേ ഈ 3 മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യാതൊരു കാരണവശാലും ആ ബാലൻസ് പീസ് വെച്ച് ബോട്ടം ക്ലോസ് ചെയ്യാതെ ഇതുപോലുള്ള PVC ലെഗ് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് PVC ലെഗ് മോഡുലാർ കിച്ചണിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ലെഗ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് എന്താ പറയാ ലെഗ് പൊക്കുകയും താത്തുകയും ഒക്കെ ചെയ്യാം. ഒരു ത്രെഡ് ഉള്ള ടൈപ്പാണിത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഫ്ലോറ് സ്ലോപ്പ് ആക്കിയാണ് കൊടുക്കണമെങ്കിൽ ഒരിക്കലും കൗണ്ടർ ടോപ്പ് നമുക്ക് അതുപോലെ ചരിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഈ PVC ലെഗ് ഉണ്ടെങ്കിൽ മേളിലത്തെ ആ ലെവലിൽ തന്നെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാനൈറ്റ് ചരിവില്ലാതെ ചെയ്യാനും പറ്റും. അപ്പോൾ കഴിവതും ഇനിയുള്ള മോഡുലാർ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള PVC ലെഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോ ഇതുപോലുള്ള മോഡുലാർ കിച്ചണിൽ വരുന്ന ഓരോ എക്യുപ്മെന്റ്സിനെ കുറിച്ചായിരിക്കും. ഇപ്പം ലെഗ്സിനെ കുറിച്ചുള്ള ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുപോലുള്ള